ഹായ് ഗൈസ്. അറ്റ്ലസ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ സയൻസ് ഫിക്ഷൻ സിനിമയാണ്. സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് മാത്രം ഈ ഒരു സിനിമ പറഞ്ഞാൽ പോരാ. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഐ റോബോട്ട്, എക്സ് മെക്കാനിക്കലൊക്കെ കണ്ടിട്ടുള്ള പോലെ എവല്യൂട്ടായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്റ്റോറിയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെനിഫർ ലോപ്പസ് ഈ ഒരു സിനിമയിലൂടെ കുറേ കാലങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ സിമ്യൂലിയു, ആരാ അറിയോ, ഷാങ്ചിയിലെ ഹീറോ ആയിട്ടുള്ള ആ ഒരു ആക്ടറാണ് ഇതിനകത്ത് വില്ലനായിട്ട് ചെയ്തിട്ടുള്ളത്. ഹാർലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ബ്രാഡ് പിറ്റാണ്. ആ പുള്ളിയുടെയാണ് റാംപേജ്, സനാൻഡ്രിയാസ്, ജേണി ടു ദ മിസ്റ്റർ ഐലൻഡ്, ആ സാധനമൊക്കെ പുള്ളിയുടെയാണ്. അപ്പം അതിനുശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. ഇത് നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നു. ഒരു ടൈം ആകുമ്പം ഈ ഒരു സാധനങ്ങളല്ല, എവല്യൂഷനിലൂടെ ഇവർക്ക് ഹ്യൂമൻ ഡൊമിനേഷൻ വേണം എന്നൊരു തോട്ട് വരുന്നു. ഇവരുടെ സ്വന്തം കോഡുകളെല്ലാം റീറൈറ്റ് ചെയ്യുന്നു. അതായത് ഇതിനകത്ത് വില്ലനായിട്ടുള്ള ഹാലൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആ ഒരു റോബോട്ട് സ്വന്തം സോഴ്സ് കോഡ് റീറൈറ്റ് ചെയ്തിട്ട് അതെന്താണ് ഒരു ടെററിസ്റ്റ് പോലെ ആവുന്നു. അങ്ങനെ കുറേ പേരെ കൊല്ലുന്നു. അതിനുശേഷം ഈ വില്ലൻ ഹാലൻ ഭൂമിയിൽ നിന്നിട്ട് വേറെ ഏതോ ഒരു ഗ്രഹത്തിലൂടെ എസ്കേപ്പ് ആവുന്നു. അപ്പം നമ്മളുടെ നായികയായിട്ടുള്ള അറ്റ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനലിസ്റ്റാണ്. അതായത് ഇപ്പം ഒരു എവല്യൂഷൻ ഉണ്ടായല്ലോ, ഓൾറെഡി ഒരു ആർട്ടിഫിഷ്യൽ എവല്യൂഷൻ ഉണ്ടായി. അപ്പം പുതിയ ഡിഫൻസ് ഫോഴ്സുകളെല്ലാം ഉണ്ടാകുന്നു. ആ ഒരു ഡിഫൻസ് ഫോഴ്സിലെ അനലിസ്റ്റാണ് പുള്ളിക്കാരി. ഹാലനെ കുറിച്ചാണ് പഠിക്കുന്നത്. 28 വർഷങ്ങളായി ഹാലൻ പോയിട്ട്. ഹാലനെ കാണാനില്ല. അങ്ങനെ ഹാലൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടെററിസ്റ്റിനെ, കാസ്കസ് X-37 ഭൂമിയിൽ കണ്ടെത്തുന്നു, ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. നമ്മുടെ അറ്റ്ലസ് ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ വേറൊരു ഗ്രഹത്തിലുണ്ട് ഹാലൻ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. ഇവരെല്ലാം കൂടെ അവിടെ പോയി ഹാലനെ പിടിക്കാനായിട്ട്, കൊന്നാൽ പോരാ, പിടിച്ചുകൊണ്ട് വരണം, ജീവനോടെ പിടിക്കാനായിട്ട് അവിടെ പോകുന്നതുമാണ് സ്റ്റോറി. അപ്പം ഈ ഒരു സിനിമ എൻ്റയർലി ഒരു ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണക്ഷൻ ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ടീമിനെ അങ്ങോട്ട് പോകുന്നു. നമ്മുടെ അറ്റ്ലസ് നായിക അതിനകത്ത് കയറി പോകുന്നു. ആസ് യൂഷ്വൽ അവിടെ ചെല്ലുമ്പം അടപടലം, ഷിപ്പ് ഉൾപ്പെടെ ഹാലൻ കത്തിക്കുന്നു, ഷിപ്പ് ഉൾപ്പെടെ ഹാലൻ തകർക്കുന്നു. അങ്ങനെ അറ്റ്ലസ് രക്ഷപ്പെടുന്നു, ബാക്കി ആരും രക്ഷപ്പെടുന്നില്ല. അപ്പം അവിടെ നമ്മൾ വലിയ എവല്യൂഷനായ ഹ്യൂമൻസ് ആണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആണല്ലോ. അപ്പം ഒരു സ്യൂട്ടുണ്ട്, അതിനകത്ത് ഹ്യൂമൻ AI കമ്പൈൻഡ് ആണ്. ആ ഒരു സ്യൂട്ട് വെച്ചിട്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പം അവിടെ എസ്കേപ്പ് ബോർഡ് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എസ്കേപ്പ് ബോർഡ് കണ്ടുപിടിക്കുന്നു. അവിടെ ഹാലൻ ഉണ്ട് ഓൾറെഡി. അപ്പം ഇവർ ഈ എസ്കേപ്പ് ബോർഡിലോട്ട് ഈ ഒരു സ്യൂട്ടും നമ്മളുടെ അറ്റ്ലസും കൂടെ പോകുന്നു. അതിനിടയ്ക്കുള്ളൊരു കോൺവെർസേഷൻ, അതായത് ഈ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വർക്കായിട്ടുണ്ട് ഈ ഒരു സിനിമ. ഒരു പരിധി വരെ നമുക്ക് ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പോകുന്നു. നമ്മൾ സിനിമയാണല്ലോ, സിനിമയിൽ നായിക വില്ലൻ ഇൻട്രാക്ഷൻ വരണം. അങ്ങനെ ഹാലൻ അറ്റ്ലസിനെ പിടിച്ചുകൊണ്ട് വന്നു. സീരിയസ്ലി ഈ ഹാലനെ ഉണ്ടാക്കിയത് നമ്മുടെ അറ്റ്ലസിൻ്റെ അമ്മയാണ്. അങ്ങനെയാണ് ഇവർ ബ്രദർ സിസ്റ്ററാണ് പറഞ്ഞു വരുമ്പോൾ. പക്ഷേ ഹാലൻ ഭയങ്കരമായിട്ട് ഇവോൾവ് ആവുന്നത് സ്വന്തം സോഴ്സ് കോഡൊക്കെ റീറൈറ്റ് ചെയ്തിട്ടാണ്. ഭയങ്കര ടെററിസ്റ്റ് ആവുകയാണ്. അപ്പം സംഭവം വേറൊന്നുമല്ല, ഹാലൻ്റെ പരിപാടിയാണ് ഇതെല്ലാം. അതായത് ഈ ഹാലൻ്റെ കൂടെയുള്ള കാസ്കസിനെ ഭൂമിയിലേക്ക് വിട്ടതും, അത് അറ്റ്ലസ് ഇൻട്രോഗേറ്റ് ചെയ്യുന്നതും, അറ്റ്ലസ് ഈ ഒരു ഹാലൻ എവിടെയാണുള്ളത് കണ്ടുപിടിക്കുന്നില്ല. കാരണം ഹാലന് ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ഒരു ഷിപ്പ് വേണമായിരുന്നു. അപ്പോൾ ഷിപ്പ് വേണമല്ലോ. ഈ ഷിപ്പ്, ഇവർ വന്ന ഷിപ്പാണ് ഹാലൻ ഹൈജാക്ക് ചെയ്തെടുക്കുന്നത്. അത് നശിപ്പിക്കാതെ അത് ഹൈജാക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതും കൊണ്ട് പോയിട്ട് ഭൂമിയെ നശിപ്പിക്കുക എന്നുള്ളതല്ല, അതായത് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഹ്യൂമൻസ് എല്ലാത്തിനെയും ഡൊമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹ്യൂമൻസിന് ആവശ്യമില്ലാത്തതിനെല്ലാം നശിപ്പിക്കുകയാണല്ലോ. അപ്പം അതൊന്ന് കുറയ്ക്കാനായിട്ട് പോപ്പുലേഷൻ്റെ ഒരു ഭാഗം ഇല്ലാതാക്കുക, ബാക്കിയുള്ളവരെ ഇവോൾവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു സാധനമാണ് ഹാലൻ്റെ. അതെല്ലാം വില്ലന്മാരും തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് അറ്റ്ലസിന് പറ്റത്തില്ല. അങ്ങനെ അറ്റ്ലസും നമ്മളുടെ AI ആയിട്ടുള്ളത്, അറ്റ്ലസിൻ്റെ മറ്റേ ഷൂട്ടിനകത്ത് AI ആയിട്ടുള്ള സ്മിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ഇവർ രണ്ടും കൂടെ ഹാലനെ അവിടെ വെച്ച് നേരിടുന്നതും ഹാലനെ കൊല്ലുന്നതും ഒക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പം ഇത് ഫ്യൂച്ചറിൽ നടക്കാം എന്ന് നടന്നേക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. കാരണം ഓൾറെഡി നമ്മളുടെ മറ്റേ പുള്ളിയുടെ പേരെന്ത് വരുന്നത്, പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ,
കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ AI എല്ലാം കൺട്രോൾ ചെയ്യും, നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി എന്ന്. അവസാനം AI നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നാൽ മതി, ആ ഒരു സാധനം തന്നെയാണ്. അങ്ങനെ അവസാനം നമ്മുടെ അറ്റ്ലസ് തിരിച്ച് ഭൂമിയിൽ വരുന്നു. വീണ്ടും ഒരു സമയമാകുമ്പോൾ നമ്മുടെ AI വരെ ചാവുന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് AI തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെയാണ്. ബോറടി ഇല്ലാതെ കിടിലൻ സ്ക്രിപ്റ്റിങ്ങിൽ ഒരു AI ബേസ്ഡ് സിനിമ, അതേപോലെ വൃത്തിക്കുള്ള VFX ആണ്. ഒരിടത്തും നമുക്ക് VFX ഫെയിലിയറായിട്ട് തോന്നില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു 1 ടൈം വാച്ചബിൾ തിയേറ്ററിൽ കണ്ടിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു, അത് അത്യാവശ്യം നന്നായേനെ. പക്ഷേ നെറ്റ്ഫ്ലിക്സ് തിയേറ്റർ റിലീസ് ചെയ്യാതെ OTT റിലീസാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു 135 രൂപ ലാഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബൈ ദ വേ, ഒരു സയൻസ് ഫിക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ പ്രത്യേകിച്ച് ജെനിഫർ ലോപ്പസിൻ്റെ ഒരു കംബാക്ക് സിനിമ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ജെനിഫർ ലോപ്പസ് ഒരു സിനിമ ചെയ്യുന്നത്. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് അറ്റ്ലസ്.